ഹേമ കമ്മിറ്റി ഇങ്ങോട്ട് വന്നപ്പോ എന്നോട് ഇന്ന് വരാത്തൊരു പ്രൊഡ്യൂസർ പറഞ്ഞു വിട്ടതാണ്, ഇത് ഇവരോട് ചോദിച്ചാൽ ഇത് വൈറലാകുന്ന എന്തെങ്കിലും പറഞ്ഞ അവിടെ വരും, അപ്പടം എന്നൊന്നും പറഞ്ഞു കളയരുത്. പരിപ്പ് അപ്പൊ പരിപ്പ് അറിയാൻ കേൾക്കാം. ചക്കര മാവിൻ ചോട്ടിൽ അമ്പലം കാണാം. ഞാൻ ലിപ്പ് കൊടുത്തിട്ടുണ്ട്, പാടാൻ അറിയാവുന്ന ആളെ കൊണ്ട് ഞാൻ പാടിയാൽ അത് ട്രാക്ക് തീർക്കുന്നതായിരിക്കും. അല്ല, ഞാൻ അതിന്റെ ഒരു സംശയം, ചില ആളുകളൊക്കെ ഇതിന് തയ്യാറായി കൊടുക്കുന്നത് കൊണ്ടല്ലേ ബാക്കിയുള്ളവരോട് ഈ ആളുകൾ ഈ പെരുമാറുന്നത്? അങ്ങനെയൊക്കെ പറയാനൊന്നും പറ്റില്ല, അത് ഓരോ ആൾക്കാരുടെ താല്പര്യം. പിന്നെ പബ്ലിസിറ്റിക്ക് വേണ്ടിയൊന്നും അല്ല നമ്മൾ അല്ലേ. അതിപ്പം ഞങ്ങളൊക്കെ മുമ്പ് തൊട്ടേ ഞങ്ങൾക്ക് ഉണ്ടായ പ്രശ്നങ്ങളാണെങ്കിലും എന്ത് സംഭവങ്ങളാണെങ്കിലും അങ്ങനെ ഇന്റർവ്യൂസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാനിത് കണ്ടിട്ടില്ല, ശരിക്കും എനിക്കറിയില്ലായിരുന്നു. ഞാൻ വന്നാൽ യൂട്യൂബ് പറഞ്ഞു, ഞങ്ങൾ വന്നപ്പോഴേ പറഞ്ഞു യൂട്യൂബ് ചാനൽ കുറവാ, എപ്പോ ഒന്ന് പോകാൻ ഞാൻ കണ്ടു യൂട്യൂബില് ചെയ്തു. 25 ദിവസം മുമ്പ് തുടങ്ങി അതാ ചെയ്യുന്നത്. ഫോട്ടോഷൂട്ട് ചെയ്തു ഞാനിപ്പോ ഓണത്തിന് 4 ഡ്രസ് അത്രേ ഉള്ളൂ. എനിക്ക് അതെ സത്യം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് സാധിക വേണുഗോപാലും വൈഗ റോഷും. നമസ്കാരം. ഹാപ്പി ഓണം. നിങ്ങൾ രണ്ടുപേരും ഓണത്തിന്റെ ഡ്രസ്സൊക്കെ ഇട്ട് വന്നിരിക്കുന്നു, ഞാൻ കറുപ്പൊക്കെ ഇട്ട് വന്നിരിക്കുന്നു. അങ്ങനെ ഇപ്പൊ അങ്ങനെയൊന്നുമില്ല. എനിക്ക് തവണ കിട്ടിയ ഒരു ഡ്രസ്സൊക്കെ ബ്ലാക്ക് ഒക്കെ തന്നെയായിരുന്നു. എല്ലാം മൊത്തം മാറ്റാൻ തുടങ്ങിയല്ലോ. പണ്ടത്തെ പഴയ ഓണത്തിന്റെ കൺസെപ്റ്റുകളെ മാറി. അതെ അതെ, നമ്മൾ എന്തിടുന്നു അതാണ് ഓണത്തിന്റെ ഡ്രസ്. ഈ ചെന്നൈയിലല്ലേ? അതെ, ചെന്നൈയിൽ ഓണമായിട്ട് ഇവിടെ കിടന്ന് കറങ്ങുന്നത്. ഓണായത് കൊണ്ടാണ് ഇവിടെ കിടന്ന് കറങ്ങുന്നത്. ഓണത്തിനെങ്കിലും വരണ്ടേ? ഓണത്തിനെങ്കിലും വരണ്ടേ? ഓണത്തിന് വരണം, ഉറപ്പായിട്ടും വരണം. നമുക്ക് ഈ ഓണത്തിന്റെ ഓർമ്മകളിലൊക്കെ തുടങ്ങാം. ഈ നമുക്ക് ഫുഡ് പറഞ്ഞിട്ടുണ്ട്, ഫുഡൊക്കെ വരുന്നതിന് മുമ്പിട്ട് സദ്യയായിരുന്നു വേണ്ടത്. ഓണത്തിന് വന്ന് ഷൂട്ട് ചെയ്യാൻ നിങ്ങളെ കിട്ടത്തില്ലല്ലോ, നിങ്ങൾ അതിന്റെ പരിപാടിയായിട്ട് പോകുമല്ലോ. അപ്പൊ നേരത്തെ ഷൂട്ട് ചെയ്ത് വെക്കുമ്പോ എല്ലാ ഹോട്ടൽസിലും ഫ്രീ ആയിട്ട് സദ്യ കിട്ടുമല്ലോ. അത് ശരിയാ. ഈ ചെന്നൈയിൽ ഓണം അങ്ങനെ ഉണ്ട്. ചെന്നൈയിലാണ് ഇപ്പൊ ഹോട്ടലിലേക്ക് മാറിയിട്ടുണ്ട്. കേരളത്തിലും അങ്ങനെ. അതെ, പക്ഷെ നമ്മള് ഈ പറഞ്ഞ മെനു ഒക്കെ നോക്കി 10 ഹോട്ടൽസിലുണ്ടാവും സദ്യ. എവിടെയെങ്കിലും നല്ലതായിട്ട് പോയി കഴിക്കാത്ര. ഈ കേരളത്തിൽ പണ്ട് തിരുവോണത്തിന് തൃപ്പൂണിത്തുറയിലെ ഒരു കാറ്ററിംഗ് കമ്പനിയിലെ ഫുഡ് പറഞ്ഞിട്ട് ഓണത്തിന് കൊടുക്കാൻ പറ്റിയില്ല അവർക്ക്. 500,000 പേര് പോയി ക്യൂ നിന്നിട്ട് അവസാനം സദ്യ കിട്ടില്ല, തിരുവോണമായിട്ട് ചോറിടാൻ പറ്റില്ല. അല്ല, അത് തന്നെയാണ് ചെന്നൈയിലെ അവസ്ഥയും. നല്ല ക്യൂ ആണ്, പ്രത്യേകിച്ച് ഈ പ്രാവശ്യം സൺഡേ അല്ലേ, അതുകൊണ്ട് എല്ലാവരും വിടും. ഓണത്തിന് വൈഗ ചെന്നൈയിലാണോ? ഞാൻ ചെന്നൈയിലാണോ? ഞാനും അമ്മയും മാത്രമേ ഉള്ളൂ. ഇത് പബ്ലിഷ് ചെയ്യുമ്പോൾ ചെന്നൈയിലാണ്. താങ്കൾ? ഞാനിവിടെ നാട്ടിൽ തന്നെ ഉണ്ട്. ഇത്തവണ ഷൂട്ടും അങ്ങനെ കാര്യം. പൊതുവെ ഓണത്തിന് എല്ലാ തവണയും തിരുവോണത്തിന് വന്ന് എപ്പോഴും വീട്ടിൽ അച്ഛനും അമ്മയും ഞാനും, അനിയൻ ബാംഗ്ലൂര്. അപ്പം പിന്നെ ഞങ്ങൾ 3 പേരും തന്നെയുണ്ട്. അങ്ങനെ ലീവ് എടുത്ത് അങ്ങനെ ഒരു പരിപാടി, കാരണം അവർക്ക് അവിടെ ബാംഗ്ലൂർ ഓണം സദ്യയൊക്കെ. സാധികയുടെ വീട്ടിലെ സദ്യയൊക്കെ? എന്റെ വീട്ടിലെ സദ്യ ഇത്തവണ എന്തായാലും ഈ പറഞ്ഞ പോലെ ഹോട്ടൽ തന്നെയായിരിക്കും. കാരണം ഞങ്ങൾ 3 പേരേ ഉള്ളൂ. അപ്പൊ 2 ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെയൊക്കെ വീട്ടിൽ എങ്ങനെയാണെന്നറിയോ, ഇത് ഒരാളെ ഉള്ളെങ്കിലും അമ്മയ്ക്ക് ഇത് ഉണ്ടാക്കണം, എന്നിട്ട് 10 മണിക്ക് അച്ഛൻ ഇത് കഴിക്കണം. 10 മണിയാകുമ്പോൾ നമ്മൾ ഈ പുറത്തൊക്കെ പോയി കഴിയുമ്പോഴത്തേക്ക് അച്ഛൻ വിളിക്കും, എവിടെയാ വാ സദ്യ കഴിക്കണം. രാവിലെ 10 മണിക്ക്. അപ്പൊ ഈ അമ്മ രാവിലെ 5 മണിക്ക് തുടങ്ങുന്ന. ഞാൻ അതുകൊണ്ടാണ് നിർത്തിയത്, കാരണം ഞങ്ങൾ 2 പേരുള്ള വീട്ടില്. എനിക്ക് 2 പേർക്ക് വേണ്ടി ഇത്രേ സാധനം ഉണ്ടാക്കും, ഭയങ്കര പണിയാണ്. നമ്മൾ അന്നാണല്ലോ സദ്യ മൊത്തമായിട്ട് എല്ലാം കഴിക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടാവല്ലോ. അപ്പൊ ഇടയ്ക്ക് ഉണ്ടാക്കുവാണെങ്കിൽ എന്താ വെച്ചാൽ ഞങ്ങൾ ഓരോരുത്തർക്കും ഇഷ്ടമുള്ള സാധനങ്ങൾ മാത്രം, പച്ചടി, അവിയൽ, അങ്ങനെ കുറച്ച് ഓരോരുത്തരുടെ സാരികയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഐറ്റം ഏതാ ഓണസദ്യയില്? എനിക്ക് ഇങ്ങനെ ഈ പറഞ്ഞ പേരുകളൊക്കെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടു. ഓണസദ്യയിലെ ഏറ്റവും ഇഷ്ടപ്പെട്ടു ഈ കാളൻ. ഈ കാളൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാ നമ്മുടെ പ്രേക്ഷകർക്ക് ഒന്ന് പറഞ്ഞു കൊടുക്കാമോ? പറഞ്ഞു കൊടുക്കാം. നിങ്ങൾ തെറ്റായ ആളോടാണ് ഞാൻ പരീക്ഷയില്ല, പരീക്ഷണം ഇങ്ങോട്ട് പരീക്ഷണം തന്നെയായിരിക്കും. സാധിക ഇന്റർവ്യൂവിന് വരുന്നു എന്ന് പറഞ്ഞപ്പോഴേ ഞങ്ങളുടെ ഒരു കിച്ചൺ ഫ്ലോർ ഉണ്ട്, ഞാൻ അവിടെയാണ് വിളിച്ചു ചോദിച്ചത്. ഓണം ഷൂട്ട് നടക്കുകയാണ്. ഇതിനിടയ്ക്ക് ഞങ്ങൾ പ്രൊഡ്യൂസറുടെ വിളി വന്നില്ലേ, അതായിരുന്നു നമ്മുടെ പ്ലാൻ. പക്ഷെ അത് നടക്കാണ്ട് പോയി. അല്ല, ഇറ്റ്സ് ലൈക്ക് ഞാൻ ബേസിക്കായിട്ട് എനിക്ക് പേഴ്സണലി ഇഷ്ടമുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാളൻ നമ്മൾ കുമ്പളം തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ അത് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കണു, കുറച്ച് മഞ്ഞളും ഉപ്പൊക്കെ ഇട്ടിട്ട്. എന്നിട്ട് മെയിൻ ആയിട്ട് അതിന്റെ അരപ്പാണ് എനിക്ക്. അതെ, അതായത് തൈര്, നമ്മുടെ നോർമൽ നാളികേരം, തേങ്ങ, പിന്നെ ഈ പറഞ്ഞ പോലെ കുറച്ച് ജീരകം, ഉലുവപ്പൊടി, ആ സംഭവങ്ങളൊക്കെ ഇട്ടിട്ട്
നന്നായിട്ടൊന്ന് അരച്ച് പച്ചമുളക്, ഞാൻ പച്ചമുളക് ചേർക്കാറുണ്ട്. യൂഷ്വലി കാളൻ അങ്ങനെ പച്ചമുളക് ചേർക്കുന്ന പരിപാടിയില്ല, നമ്മൾ ചീന്തി ഇടുകയാണ് ചെയ്യാറ്. അപ്പൊ ഞാൻ അതിന്റെ കൂടെ പച്ചമുളകും ചെറുതായിട്ട് ഇട്ടൊന്ന് അരച്ച് എടുത്തിട്ട് അതിലേക്ക് മിക്സ് ചെയ്താണ്. അങ്ങനെയാണ് അവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ട പപ്പടം എന്നൊന്നും പറഞ്ഞു കളയരുത്. അങ്ങനെയല്ല, പരിപ്പ്. പരിപ്പ്. അപ്പൊ പരിപ്പ് കറി എങ്ങനെ വെക്കുക? പരിപ്പ് കുറച്ച് പരിപ്പ് എടുക്കുന്നത്, ഞാൻ വിസിലടിക്കുന്നത്, കുറച്ച് മഞ്ഞളും കുറച്ച് തേങ്ങ അരച്ച് ചിലരുണ്ടാക്കും. പക്ഷെ രണ്ടു വേണം ഈസി ആയിട്ട്. ഞാൻ കുറച്ച് പറഞ്ഞ പച്ചമുളക് എരിവിന്റെ ആളാണ്, എനിക്ക് എല്ലാത്തിനും ഞാൻ വലിയ കുക്കിംഗ് ചെയ്യാത്ത വലിയ സംഭവം ചെയ്തിട്ടില്ല. ഇത് മറ്റേ സിനിമയിൽ രസം ഉണ്ടാകുന്നത് എങ്ങനെയാണ്? കുറച്ച് പരിപ്പ് എല്ലാം കൂടിയിട്ട് എല്ലാം ശരി. അപ്പം ഈ സദ്യ നമ്മൾ പറഞ്ഞു, ഓണം എന്ന് പറയുമ്പോഴേ നമുക്ക് ആദ്യം തോന്നുന്നത് സദ്യയാണ്. ഇപ്പൊ എല്ലാരും പോയി പൂക്കളം ഇടല് ഈ പരിപാടികളൊന്നും എല്ലാം ഫ്ലവർ കാർപ്പറ്റ് ഒക്കെ വാങ്ങിച്ച് അങ്ങനെ അങ്ങ് വിരിക്കുകയല്ലേ ചെയ്യുന്നത്. ഞാൻ ഇന്നലെ എല്ലാ ഓണത്തിനും അമ്മ ചെറിയൊരു പൂക്കളിടും. ഞാനല്ല കേട്ടോ, അമ്മ ഭയങ്കര ഇൻട്രസ്റ്റഡ്. അമ്മ എന്നെ പൂ മേടിച്ചിടും. കഴിഞ്ഞു ഇന്നലെ രാത്രി എന്നെ വിളിച്ചിട്ട്, അതെ ആമസോണില് മറ്റേ പൂക്കളൊക്കെ. അപ്പൊ ഞാനിത് കണ്ടിട്ടില്ല, ശരിക്കും എനിക്കറിയില്ലായിരുന്നു. ഞാൻ ഒന്നാമത് യൂട്യൂബ് പറഞ്ഞു, ഞങ്ങൾ വന്നപ്പോഴേ പറഞ്ഞു യൂട്യൂബ് ചാനൽ കുറവാ. അപ്പൊ ഞാൻ എപ്പോ ഒന്ന് പോയാമെന്ന് പറഞ്ഞു. ഞാൻ കണ്ടു യൂട്യൂബില്, നീ ഒന്ന് ചെയ്ത് നോക്കി. ഇന്ന് ചിലപ്പോ ഇല്ല, ഇന്ന് ബുക്ക് ചെയ്താ ഒരു ഓണത്തിന് മുമ്പ് വരുമെന്ന്. ഞാൻ ഇന്നലെ ബുക്ക് ചെയ്തു. പക്ഷെ ഇത് ഡേറ്റ് മാറിപ്പോയി. അത്തം മുതൽ 10 ദിവസം ഇടണം. ഇത് നിരത്തി വെക്കേണ്ടി വരും 10. അല്ലേ, എന്നെ സംബന്ധിച്ച് ഒരു ദിവസം ഓണുള്ളൂ, പ്രശ്നം തീർന്നില്ലേ. ഞങ്ങളൊക്കെ ഓഫീസിൽ 3 ദിവസം ഓണം പറഞ്ഞ് ലീവ് വെച്ചേക്കുമല്ലോ. ഇവിടെ സ്ഥിരമായിട്ട് ഈ ഓണം എപ്പോഴാണ് ശരിക്കും ഞങ്ങളെയൊക്കെ സംബന്ധിച്ച് ഓണം എങ്ങനെ അറിയുന്നതെന്ന് വെച്ചാല്, ഈ കോസ്റ്റ്യൂംസ് ഷൂട്ട് ചെയ്യാനൊക്കെ ആയിട്ട് കോസ്റ്റ്യൂംസ് വരുമ്പോ, അപ്പൊ അങ്ങനെയാകുമ്പോ കുറെ ഫോട്ടോഷൂട്ടുകൾ ഉണ്ടാവല്ലോ. അപ്പൊ ഈ ഓണത്തിന്റെ സീസണിലായിരിക്കും സ്ഥിരമായിട്ട് ഇങ്ങനത്തെ കൈൻഡ് ഓഫ് കുറെ ഡെയിലി പോസ്റ്റുകളും സംഭവങ്ങളൊക്കെ ആയിട്ട് കുറെ സംഭവം ഉണ്ടാവുന്നത്, ഫോട്ടോസൊക്കെ. അപ്പൊ അതിലാണ് ശരിക്കും ഓണം എന്ന് പറഞ്ഞപ്പോ ഇൻസ്റ്റയിലാണ്, വീട്ടിലല്ല പുറകിലല്ല, ഇൻസ്റ്റാഗ്രാമിലാണ് ഇപ്പൊ. ഞാനന്ന് വന്ന വഴിക്ക് പറഞ്ഞു, ചില ആർട്ടിസ്റ്റുകാരെ 25 ഫോട്ടോഷൂട്ട് ചെയ്ത ആൾക്കാരുണ്ട്. 25 കോസ്റ്റ്യൂം മുമ്പ് തുടങ്ങി. ഞാനിപ്പോ ഓണത്തിന് 4 ഡ്രസ് അത്രേ ഉള്ളൂ. എനിക്ക് സത്യം എനിക്ക് എന്താന്ന് വെച്ചാൽ എനിക്ക് കുക്കറി ഷോ ഉണ്ടായിരുന്നു. അത് ഒരു 10 ദിവസം. അപ്പൊ അതിന്റെ കൂടെ അതില് എല്ലാ ഡ്രസ്സിലും ഈ പറഞ്ഞ പോലെ റീൽസ് ക്യാമറയിലല്ല, ലൈക്ക് മൊബൈലില് റീൽസും ഫോട്ടോസും അതിന്റെ കൂടെ എടുത്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊരു 10 എന്തായാലും വന്നല്ലോ. പിന്നെ ഈ വന്ന കുറച്ച് ഡ്രസ്സുകൾ ഉണ്ടായിരുന്നു. അപ്പൊ അതെല്ലാം കൂടെ എന്തായാലും 10-15 കാണുമായിരുന്നു. ഈ സമയത്തെ ചോദിക്കാൻ പാടുണ്ടോന്ന് അറിയില്ല. ഓണത്തിനിടയ്ക്ക് ചോദിക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല, എന്നാലും ഞാൻ ചോദിക്കുകയാണ്. ഈ ഹേമാക്കാൻ പറ്റിയോ? വന്നപ്പോ എന്നോട് ഇന്ന് വരാത്തൊരു പ്രൊഡ്യൂസർ പറഞ്ഞു വിട്ടതാണ്, ഇത് ഇവരോട് ചോദിച്ചാൽ ഇത് വൈറലാകുന്ന എന്തെങ്കിലും പറഞ്ഞ അവിടെ നിന്ന് വരും. കാരണം എന്താ നിയമം? ഇപ്പൊ പല ചേച്ചിമാരും പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ പണ്ടേ വന്നിരുന്ന ഇന്റർവ്യൂല് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്, ശരിയല്ലേ? അല്ല, അത് എന്റെ താഴേക്ക് ചോദിച്ചു, ഒന്നും പറയാനില്ല, ഇതിനെ പറ്റി എന്താ അഭിപ്രായം ഒന്നും പറയാനില്ലാത്തത്. ഞാൻ പറഞ്ഞു, നമുക്ക് പബ്ലിസിറ്റിക്ക് വേണ്ടിയൊന്നും അല്ല നമ്മള്, അല്ലെ? അതിപ്പം ഞങ്ങളൊക്കെ മുമ്പ് തൊട്ടേ ഞങ്ങൾക്ക് ഉണ്ടായ പ്രശ്നങ്ങളാണെങ്കിലും എന്ത് സംഭവങ്ങളാണെങ്കിലും അങ്ങനെ ഇന്റർവ്യൂസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഒരു പ്രത്യേകിച്ച് ഒരു കമ്മിറ്റി ആവുന്നുണ്ടായിരുന്നു, അല്ലെങ്കിൽ അതുകൊണ്ട് നമ്മളിപ്പോ സംസാരിക്കാൻ ഒരു ചർച്ചയ്ക്ക് പോയി വേറൊരു ചാനൽ എന്നെ വിളിച്ചു, ഓൺലൈൻ ചാനല. ഇപ്പം പുള്ളിക്കാരി ഇങ്ങനെ ഇൻട്രൊഡക്ഷൻ ഭയങ്കരമായിട്ട് കത്തിച്ച് പറഞ്ഞിട്ട് ഇങ്ങനെ സ്ത്രീകൾക്ക് കിടന്നുറങ്ങാൻ പറ്റില്ല, ആ ഡോറ് തല്ലിപ്പൊളിക്കണം. അപ്പൊ ഞാൻ ചോദിച്ചു, ഇതിപ്പോ കുറച്ചു പേര് വന്ന് പറയുന്നു അല്ലാണ്ട് ഇത് സിനിമ ഉണ്ടായ കാലം മുതലേ നടന്നു പോകുന്നൊരു സംഭവമാണ്. അതില് സാധിക പറഞ്ഞ ഒരു പോയിന്റ് ഉണ്ട്, നോ പറയാൻ പഠിച്ചാൽ അത്രേ ഉള്ളൂ. നമുക്ക് അതായത് ഞങ്ങൾക്കൊക്കെ ഇപ്പൊ വെച്ചാൽ നമ്മളിപ്പോഴും ഇൻഡസ്ട്രി വർഷമായിട്ട് ചെയ്യുന്ന ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം നമുക്ക് എല്ലാ ഈ ഒരു ഇൻഡസ്ട്രിയിൽ മാത്രമല്ലല്ലോ ഇത്, എല്ലാ സ്ഥലത്തും ഉണ്ട്. അപ്പം എല്ലാവരും പറയുന്നത് വെച്ചാൽ ഈ ഒരു ഹേമ കമ്മിറ്റി എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയിലെ പ്രശ്നങ്ങളാണ് സംസാരിച്ചിരിക്കുന്നതെന്ന്. അത് ഡെഫിനറ്റ്ലി അപ്പോൾ ആളുകളിലേക്ക് എത്തിയിട്ടില്ല. ആൾക്കാർ ഇപ്പോഴാണ് അങ്ങനെ ഒരു വന്നപ്പോഴാണ് അത് എനിക്ക് തോന്നിയത്, അത് ശരിക്കും പറഞ്ഞാ അങ്ങനെ ഒരു കേസ് വന്നത് കൊണ്ട് ചില ജെനുവിൻ കേസസിന്
ഇതിന് എപ്പോഴും പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിൻ ആയിട്ട് വരുന്ന സംഭവം നമ്മൾ ഒരുപാട് ആൾക്കാർ വന്നിരുന്ന് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുമ്പം ജെന്യൂൻ ആയിട്ട് അത് കിട്ടേണ്ട ആൾക്കാരുണ്ട്. പ്രശ്നം അല്ലെങ്കിൽ അത്ര ഫേസ് ചെയ്തിട്ടില്ല, അവരാരും സംസാരിക്കില്ല. അവർ സംസാരിക്കുന്നില്ല, മിക്ക ആൾക്കാരും സംസാരിക്കുന്നില്ല. അപ്പം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ജെന്യൂൻ ആയിട്ട് എന്ത് ഇന്റൻഷനാണോ തുടങ്ങിയെന്നുള്ളതിലേക്ക് അത് എത്തില്ല. ഇതാണല്ലോ ഇപ്പൊ നിവിന്റെ കാര്യം സംഭവിച്ചപ്പോഴും അത് തന്നെയാണല്ലോ. കാരണം അപ്പൊ ബാക്കി ആൾക്കാരൊക്കെ പറഞ്ഞപ്പോ എല്ലാ ആൾക്കാരും ഈ പറഞ്ഞത് അത് ജെന്യൂൻ ആണോ എന്താണ് ഏതാണെന്ന് അറിയില്ല. അപ്പൊ ആർക്കും എന്തും പറയാന്നുള്ള ഇതിനകത്ത് ഈ ഒരു പ്രമുഖ നടനെതിരെ ആരോപണം ഉന്നയിച്ച ഒരു ആർട്ടിസ്റ്റ് എന്ന് വിളിക്കുന്നവരാ. അവര് 1-2 സിനിമകളിലൊക്കെ വന്ന് മുഖം കാണിച്ചു പോയവരാ. ഇവരാണെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ ഞെട്ടി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 2 വർഷം മുമ്പ് ഇവർക്കെതിരെ ഇവരുടെ ലിവിംഗ് ടുഗദർ പാർട്ട്ണറായിരുന്ന ഒരു പയ്യൻ എന്റെ അടുത്ത് വന്ന് വാർത്ത ചെയ്തിട്ടുണ്ട്. ഞാൻ പബ്ലിഷ് ചെയ്തിട്ടില്ല. എന്താണെന്ന് വെച്ചാൽ ഇത് ഞാൻ ചെയ്തു എന്ന് അറിഞ്ഞിട്ട് ഇവർ എന്നെ വിളിച്ച് ആദ്യം ഭീഷണിയായിരുന്നു. പിന്നെ ഇവരുടെ ഫാമിലി മാറ്റർ ആയതുകൊണ്ട് ഞാൻ ന്യൂസിൽ വിളിക്കുമ്പോൾ ഫാമിലി മാറ്റർ ആയതുകൊണ്ട് കൊടുക്കേണ്ട കളഞ്ഞ കേസാ. അവരാണ് വന്നിട്ട് ചെറിയ ചെറിയ ആരോപണങ്ങൾ, കുഞ്ഞു ആരോപണങ്ങൾ, വലിയ ആരോപണങ്ങളല്ല. അതുകൊണ്ട് നമുക്ക് ആ വിഷയമാണ്, നമ്മൾ സീരിയസ് ആയി പോകുന്നുണ്ട്. അപ്പം കാലത്തിന് മുന്നേ ഇതൊക്കെ ഇന്റർവ്യൂകളിൽ പറഞ്ഞു. ഞാന് ഈ കഴിഞ്ഞ വിഷുവിന് കൊടുത്തൊരു ഇന്റർവ്യൂവില് അത് അവര് ചോദിച്ചപ്പം ഞാൻ പലപ്പോഴും ഇന്റർവ്യൂ കൊടുക്കാൻ മടിക്കുന്ന കാര്യം അറിയോ, എന്റെ അടുത്ത് എന്തെങ്കിലും ചോദിച്ചാൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് ഫസ്റ്റ് വിളിച്ചപ്പോ ഇന്ന് ഞാൻ പറഞ്ഞത് ഇന്റർവ്യൂ ഇപ്പൊ ഞാൻ ഇന്റർവ്യൂ കൊടുക്കാറില്ല. പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഇവരെ വിളിച്ചിട്ട് പറയും അതെ അത് കട്ട് ചെയ്തേക്ക് എന്നൊക്കെ പറയും. അത് ഈ രാത്രി ഉറക്കമില്ല. ഈശ്വര ഇത് അപ്പൊ ഈ കേസ് വന്നതിന്റെ പിറ്റേ ദിവസം മെസ്സേജ് പിറ്റേ ദിവസം ഞാൻ അന്ന് കൊടുത്ത ഇന്റർവ്യൂടെ ഫീസ് അത് മാത്രമായിട്ട് എന്നെ തന്നെ കൊള്ളാൻ ചെയ്തിരിക്കുക. ഞാൻ ആക്സെപ്റ്റ് ചെയ്തൊക്കെ ചെയ്തു. അത് നമ്മൾ പറഞ്ഞ കാര്യം യൂട്യൂബിലുണ്ട്. ഇതിന്റെ താഴെ ആൾക്കാരുടെ കമന്റ്, നിങ്ങൾ പേര് പറയുന്നത് എന്തുകൊണ്ട് ധൈര്യപ്പെടുന്നില്ല? പേര് പറയണം, നമുക്ക് പിന്നെ ശരിയാക്കാതെ. അല്ല ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയട്ടെ, ഒരു പേര് എല്ലാരും ചോദിക്കുന്ന പേര് നമുക്ക് പേര് പറയാനാണെങ്കിൽ നമുക്ക് ജെന്യൂൻ ആയിട്ട് പ്രശ്നമുള്ളതാണ്, നമ്മൾ കേസ് കൊടുത്താൽ പോലെ. എന്താ നമ്മൾ മീഡിയ ഒന്നിന്റെ ആവശ്യമില്ല. നമ്മുടെ മലയാളത്തിലെ പഴയ ഒരു കാല നടി പറഞ്ഞു 28 പേര് ഇതുപോലെ ചെയ്തു. അത് അവരിപ്പോ ഇൻഡസ്ട്രിയിൽ ഇല്ല, തമിഴിലാണുള്ളത്. ഇവർക്കൊക്കെ പറയാനുള്ള ധൈര്യം ഉണ്ടായിരുന്നു. കാരണം ഇഷ്ടംപോലെ സിനിമകൾ ചെയ്ത ആളുകളാണ്. ഫുഡ് പറയട്ടെ, കുഴപ്പമില്ല വാ. അപ്പം ഇഷ്ടംപോലെ സിനിമകൾ ചെയ്ത ആളുകളാണ്. ഇവർക്ക് എന്തിനാണ് ഈ 28 പേരുടെ പേര് പറയാൻ വേണ്ടി വർഷങ്ങൾ ഇരുന്നേന്ന്? ഇപ്പം ഇങ്ങനെ ഒരു സംഭവം വന്നതുകൊണ്ട് ഇപ്പൊ പറഞ്ഞതായിരിക്കും. ഞാൻ അതല്ല പറയണത്. മെയിനായിട്ട് എല്ലാ കാര്യങ്ങളും എന്ത് കാര്യങ്ങളും നമ്മൾ എപ്പോഴും ഉള്ള സമയത്ത് തന്നെ നോ പറയുന്നത്. ഒട്ടുമിക്ക ആൾക്കാർക്ക് ഒരു പ്രശ്നം എന്താന്ന് വെച്ചാല് ഒരു പ്രശ്നം അവര് ഇത് കുഴപ്പമില്ല അല്ലെങ്കിൽ പ്രശ്നമില്ല എന്നുള്ളൊരു ഭാവം നമ്മളുടെ ഭാഗത്ത് നിന്ന് കിട്ടുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഓപ്പോസിറ്റ് ഉള്ള ആൾക്കാർക്ക് ഓക്കെ ഫൈൻ കുഴപ്പമില്ല എന്നൊരു സംഭവം വരും. അല്ല, ഞാൻ ഒരു സംശയം, ചില ആളുകളൊക്കെ ഇതിന് തയ്യാറായി കൊടുക്കുന്നത് കൊണ്ടല്ലേ ബാക്കിയുള്ളവരോട് ഈ ആളുകൾ ഈ പെരുമാറുന്നത്? അങ്ങനെ ഇപ്പൊ പറയാനൊന്നും പറ്റില്ല. അത് ഓരോ ആൾക്കാരുടെ താല്പര്യമില്ല. പിന്നെ ഇത് സിനിമയുടെ ഒരു പാർട്ടാണ് എന്നുള്ള ഒരു ചിന്തയുണ്ട് ആൾക്കാർക്ക്. അതുള്ളതാ. അതെങ്ങനെ വന്നു എന്ന് എനിക്കറിയില്ല. ഞാൻ കൊണ്ടൊന്നല്ല, ഞങ്ങൾ ആരും കൊണ്ടൊന്നല്ല. പണ്ട് മുതലേ ഉള്ള സിനിമയാണോ അവിടെ ഇങ്ങനെയൊക്കെയാണ്? അങ്ങനെ എന്നോട് പറഞ്ഞിട്ടുള്ള ആൾക്കാരുണ്ട്. നമുക്ക് വിളിച്ച് പറയുമ്പോ ഇതിന്റെ പണ്ടൊക്കെ എന്ന് വെച്ചാൽ ഇപ്പം കുറവാണ്. ഇപ്പൊ അങ്ങനത്തെ പ്രശ്നം സത്യം പറഞ്ഞാൽ ഇല്ല. ഇപ്പൊ ഈ പ്രശ്നമൊക്കെ ഉണ്ടാക്കുമ്പോൾ സമയത്ത് ആക്ച്വലി ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇൻഡസ്ട്രിയിൽ അങ്ങനത്തെ പ്രശ്നമൊന്നും കാര്യമായിട്ടില്ല. മുമ്പാണ് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ കമ്മിറ്റിയിൽ ഇരിക്കുന്ന ആളുകൾ. ഞാൻ കുറ്റമായിട്ട് പറയല്ല. ഈ ഹേമ കമ്മിറ്റി ഇങ്ങനെ കത്തി നിൽക്കുമ്പോൾ എന്റെ ഒരു കൂട്ടർ അവന്റെ ഫസ്റ്റ് പടം ഷൂട്ട് നടക്കുക, വലിയ പ്രൊഡക്ഷൻ, വലിയ ഭാഗങ്ങൾ, വലിയ പടം ചെയ്യുന്ന സംവിധായകനാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, ഹേമ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ വന്നിട്ടുണ്ട് പണ്ട് സംവിധായകനായിട്ട് ഇരുന്ന സമയത്ത്, ഒന്ന് പോയടോ ഇവിടെ മറ്റൊരു പടം ചെയ്യാൻ സമയത്ത് അതൊക്കെ അവിടെ കിടന്ന് അടി. അതെ, അപ്പൊ മുമ്പ് ഉണ്ടായിരുന്ന ഒരു സംഭവമാണല്ലോ. അപ്പൊ അത് അല്ല ഞാൻ പറഞ്ഞത്, മുമ്പാണ് ഇത്തരം ഇഷ്യൂസ് ഒക്കെ ഉള്ളത്. ഇപ്പൊ കാരണം നമുക്ക് കോള് വരുമ്പോ തന്നെ ആദ്യമേ ചോദിക്കുന്ന ഇതായിരിക്കും ചിലപ്പം ഇങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെന്റ് സംഭവങ്ങൾ ഉണ്ട്, അപ്പം എന്താ ഓക്കെ ആണോ അല്ലെങ്കിൽ അല്ലാന്ന് അവിടെ തന്നെ ഓപ്പൺ സംസാരിക്കാനുള്ള സംഭവം അല്ലെങ്കിൽ പറയാനുള്ളതൊന്നുമില്ല. അങ്ങനെ ഇല്ലല്ലോ. ലൈക്ക് അതായത് നമ്മളെ വിളിക്കുമ്പോ കോർഡിനേറ്റേഴ്സോ ആരാ വിളിക്കുന്നതെന്ന് വെച്ചാൽ വിളിക്കുന്ന ആൾക്കാര്. സാധിക ഏതോ ഒരു ഇന്റർവ്യൂല് പറഞ്ഞു, സാധികയെ ഷൂട്ടിന് വിളിച്ചാൽ സാധിക കുറച്ചൊക്കെ എക്സ്പോസ് ചെയ്തൊക്കെ അഭിനയിക്കുമെന്നൊരു ചിന്ത ഈ വിളിക്കുന്നവർക്കുണ്ട്. അല്ല, ഞാനിപ്പോ നമ്മൾ ഷൂട്ടിൽ പറഞ്ഞ പോലെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളും കാണുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആൾക്കാർ വിളിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഏതോ എന്റെ ഒരു ഷൂട്ടിന് ഞാൻ ഒരു ഇന്റർവ്യൂവിൽ പറയുകയും ചെയ്തിരുന്നായിരുന്നു, ഞാൻ
ഞാനാണ് വന്നു കഴിഞ്ഞപ്പം ഒരു പുതിയ സീനൊക്കെ കയറി, കുളിക്കുന്ന സീനൊക്കെ. എന്തിനാ കുളിക്കേണ്ട ആവശ്യം, ആൾക്കാർക്ക് അറിയാമല്ലോ കുളിച്ചു കഴിഞ്ഞിട്ടാ വന്നത്, നനഞ്ഞ മുടി തന്നാ പോരെ. അപ്പൊ ഞാനത് നോക്കിയല്ല. ആക്ച്വലി ഒരു അനാവശ്യമായിട്ടൊരു സീന് ഇപ്പം ആവശ്യമില്ലെങ്കിൽ, ഒരു സിനിമ ഡിമാൻഡ്, ക്യാരക്ടർ ഡിമാൻഡ് ചെയ്യുന്നുണ്ട്, അങ്ങനത്തെ എന്തെങ്കിലും ആണെങ്കിൽ ഓക്കെ, നമുക്ക് അത്ര ചെയ്യണമെങ്കിൽ അപ്പൊ തന്നെ ഞാൻ ചേട്ടാ അതിന്റെ ആവശ്യമില്ല. കാരണം മുടി നനഞ്ഞു ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം, അതേ ഉള്ളൂ, അല്ലാതെ അത് കാണിക്കേണ്ട ആവശ്യമല്ല. ഇത് പറയുമ്പോ ഞാൻ ഏഷ്യന്റെ ഒരു സിനിമ ചെയ്തപ്പോ കുളിക്കുന്ന കാര്യം പറയുമ്പോ അന്ന് ഒരു ചെറിയൊരു പുഴ പോലത്തെ ഒരു സംഭവം, ഡാമിന് താഴെ ഒരു സീനുണ്ട്, കുളിച്ചിട്ട് നടന്നു വരുന്നതെന്ന് എല്ലാവർക്കും അറിയാം. അപ്പം ഇത് എനിക്കൊന്നും അറിയില്ല, എൻ്റെ അടുത്ത് പറഞ്ഞു വരുന്നു സംസാരിക്കുന്നു എന്തോ പറഞ്ഞു. സീൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ചോദിച്ചുമില്ല, കാരണം ലാസ്റ്റ് ഒരു ഇഷ്യൂ ഉണ്ടാവും. അവിടെ ചെന്നു, അപ്പൊ അന്ന് അവിടെ ഭയങ്കര ഇങ്ങനത്തെ എല്ലാവരും എല്ലാവരും ഉണ്ട്, നാട്ടുകാരല്ല, എല്ലാവർക്കും അറിയാലോ ഈ സീൻ എടുക്കുന്നുണ്ട്. അപ്പൊ ഞാന് ഫസ്റ്റ് ഒരു ഷോട്ടിന് അവിടെ നിന്ന് പോകുന്ന ഷോട്ടുണ്ട്, അതിന് മറ്റേ കണ്ടിന്യൂറ്റി ആയിരുന്നു, കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഡ്രസ്സ് മാറാൻ പറഞ്ഞു കേട്ടു. അപ്പൊ ഡ്രസ്സ് മാറാൻ പറഞ്ഞു വിട്ടപ്പോ എല്ലാവരുടെയും വിചാരം ഞാൻ മറ്റെന്തോ ഇങ്ങനെ എന്റെ ഡ്രസ്സ് ഇട്ടിട്ട് വരുന്നത്. എന്നിട്ട് ഒരു സാരി എടുത്തിട്ട് വന്നാൽ മതി പറഞ്ഞു. ഞാൻ സാരി എടുത്തിട്ട് വന്നു, തല കെട്ടി ഒന്നില്ല, അവിടെ നിന്ന് കുഞ്ഞു തുണി എടുത്ത് നടന്നു പോകുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് എല്ലാവരുടെ എല്ലാരും വിചാരിച്ചത് കുളിക്കുന്ന സീനാണ്. സത്യം എല്ലാരും ഡ്രസ് മാറുന്നവരെ ഇപ്പൊ നടക്കുന്ന ആക്ച്വലി ഇപ്പൊ ഉള്ള ഒരു ഇഷ്യൂ എന്താന്ന് വെച്ചാൽ, ഇങ്ങനത്തെ കുറെ കേസുകളും സംഭവങ്ങളും വന്നപ്പോ ഇപ്പൊ ഉണ്ടായത് എന്താന്ന് വെച്ചാൽ, ഇതിന്റെ ഒരു ജെന്യൂൻ ആയിട്ട് ഇത് വേറെ ഇപ്പൊ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ ഞാൻ ആ റിപ്പോർട്ട് വായിച്ചിട്ടുണ്ടായിരുന്നു. വായിച്ചപ്പോൾ അതില് ഇത് ഒരു പാർട്ട് മാത്രമാണ്, ഈ ഒരു അബ്യൂസും സംഭവങ്ങളും ഒരു പാർട്ടാ. അതിനേക്കാളും വലിയ വിഷയങ്ങളുണ്ട്, അത് ആരും ചർച്ച ചെയ്യുന്നില്ല. അതായത് ഇപ്പൊ നമുക്ക് കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്യാനുള്ള പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ ടോയ്ലറ്റ് ഇഷ്യൂസ്, അങ്ങനത്തെ കുറെ ഇഷ്യൂസ്. ഈ ഓണം എന്നൊക്കെ പറയുമ്പോ ആളുകൾ ഒരു ഓണപ്പാട്ട് പ്രതീക്ഷിക്കും. ഒരു ഓണപ്പാട്ട് ഈ കൂട്ടത്തിൽ ആരാ പാടുന്നത്? ഓണത്തല്ല് പ്രതീക്ഷിക്കും. ഓണത്തല്ല് എന്ന് പറയുമ്പോ ഇപ്പൊ എനിക്ക് തിരിച്ചു ചെല്ലാൻ പറ്റത്തില്ല, കാരണം നിങ്ങൾക്കാണല്ലോ നിയമപരമായ പരിരക്ഷ കിട്ടുക, ഞങ്ങളെ പിടിച്ചത് നിർത്തിയുള്ളത്. അതുകൊണ്ട് അത് വൺ സൈഡ് ആയി, അത് വേണ്ട. ഓണപ്പാട്ട് പാടുന്ന ആരാണെന്ന് പാട്ടൊന്നും എന്നോട് ചോദിക്കുകയേ ചെയ്യരുത്. അത് സാധികയിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിച്ച ഒരു ചെറിയൊരു ഓണപ്പാട്ട്. ഓണപ്പാട്ടോ? അയ്യോ, അങ്ങനെയൊക്കെ ചോദിച്ചാല് ഓണപ്പാട്ട് എന്തെങ്കിലും അറിയോ? ഓണപ്പാട്ട് വേണ്ട, മലയാളം പാട്ട് ഏതായാലും ഓഡിയൻസിനോട് ഓണപ്പാട്ട് വല്ല അറിയാമോ ആർക്കെങ്കിലും? തിരുവാവണിര അത് നല്ല പാട്ടല്ലേ? അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഒന്നും കൂടി ഒന്ന് മനോഹരമാക്കാൻ നമുക്ക് ശ്രമിച്ചാലോ? അങ്ങനെ ഓണം വന്നല്ലോ, ഉണ്ണി പിറന്നല്ലോ, പൂഞ്ഞാരിട്ടല്ലോ, തുമ്പി ചാടി മറിഞ്ഞല്ലോ. ലിറിക്സതാ. ഓണം വന്നല്ലോ, പൂഞ്ഞാലിട്ടല്ലോ, എല്ലാ ഓണത്തിനും ആണല്ലേ? ഇത്ര പ്രാവശ്യം കണ്ടിട്ട് ഇത് കണ്ടിട്ടില്ലല്ലോ. ചിലപ്പോ കേട്ടിട്ടുണ്ടാവും, ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. അതിലൊരു കുട്ടിയുണ്ട്, ഞങ്ങളുടെ പ്രൊഡ്യൂസർ അയച്ചിട്ട് ഈ കുട്ടിയോട് ഇന്റർവ്യൂ എടുക്കണം. ഞാൻ പറഞ്ഞത് എത്ര വർഷം മുമ്പ് ഇറങ്ങിയ വീഡിയോ നോക്കാം, കുട്ടി ഇപ്പൊ വളർന്നു +2. അതായിരിക്കും പുള്ളിക്ക് വേണ്ടത്. ആ പാട്ടിലെ കുട്ടി ഇതാണ്. ആ കുട്ടി മേഖലയിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളെ ബന്ധപ്പെടേണ്ടതാണ്. അടുത്തതായി രണ്ടുപേര് ഈ ഓണപ്പാട്ട് പാടുന്നതിനായി പറഞ്ഞു. പാടിക്കോ? വേണ്ട, ബാക്കി വേണ്ട, പാടിക്കോ. ഇല്ല, പാടിയ കണ്ണാരം പൊത്തിക്കളിക്കാം, മണ്ണപ്പം ചുട്ടു വിളമ്പാം, ചക്കര മാവിൻ ചോട്ടിൽ ഞാൻ ലിപ്പ് കൊടുത്തിട്ടുണ്ട്. പാടാൻ അറിയാൻ നാളെ കൊണ്ട് ഞാൻ പാടിയാൽ അത് ട്രാക്ക് തീർക്കുന്നതായിരിക്കും. ഓക്കെ, ആകുമ്പോ ഓണത്തിന് പാട്ടില്ല എന്ന വിഷമം സാധിക വേണുഗോപാൽ തീർത്തുകൊണ്ട് ഈ ഓണം
ആരുടെ പിറന്നാളാണെന്നറിയാമോ? ഓണം ആരുടെ പിറന്നാളാണെന്നറിയാമോ? പിറന്നാളാണെന്നറിയാമോ? ആരുടെ ബർത്ത്ഡേ ആണോ ഓണം അറിയാമോ? പിറന്നാൾ അതന്നെ, അതാണ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നതിനാണല്ലോ. ബുദ്ധിയുണ്ട്. നിന്റെ ചോദ്യം ഫോൾ. അതെ, ചോദിക്കണം എന്ന് പറഞ്ഞ് ചോദിച്ചാൽ നിങ്ങൾ മാവേലിയുടെ ആണെന്ന് പറയുമെന്നൊക്കെ വിചാരിച്ചു. അല്ല, ഓണം ശരിക്കും മാവേലിനെ അല്ലല്ലോ, വാമനെ ആണല്ലോ. അതാണല്ലോ നമ്മൾ തൃക്കാക്കരപ്പൻ വെക്കുന്നത്. തൃക്കാക്കര ക്ഷേത്രത്തിൽ പോകാറുണ്ടോ? തൃക്കാക്കര ക്ഷേത്രത്തിലേക്ക് പോവാറുണ്ട്. പണ്ടൊക്കെ നമ്മള് ഇപ്പൊ ഓണത്തിന് വേണ്ട ചോദ്യം ചോദിച്ചില്ല, വേണ്ടാത്ത ചോദിക്കാൻ ചോദിച്ചത്. ഓണത്തിലൊക്കെ ഈ പറഞ്ഞ പോലെ പണ്ടൊക്കെ എന്ന് വെച്ചാൽ വീട്ടിൽ അച്ഛൻ്റെ വീട്ടിലൊക്കെ ആവുന്ന സമയത്ത് ഈ ചാണകമൊക്കെ മെഴുകി അപ്പൊ നമ്മൾ ഈ തൃക്കാക്കരപ്പനൊക്കെ ഉണ്ടാക്കും. ആ കോൽ വെച്ചിട്ട് അങ്ങനെയൊക്കെയാണ് പണ്ടൊക്കെ. ഇപ്പൊ അതൊന്നും ഇല്ല, എനിക്ക് അതുകൊണ്ട് ആർക്കും അറിയില്ല. എനിക്ക് അച്ഛമ്മ അല്ല, ഞാൻ പഴയ കഥകളൊക്കെ എനിക്കറിയാം. അറിയാം. ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടുണ്ടോ? ഓണത്തിന് പൂക്കളം ഇടുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? എന്തുകൊണ്ടാണെന്നോ? പൂക്കളം ഇടുന്നത് എന്തുകൊണ്ടാണെന്നോ? അങ്ങനെ വെച്ചാൽ എന്താ ഉദ്ദേശിച്ചത്? അതെന്താണ് റീസൺ എന്നല്ലേ? അങ്ങനെ പെട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ ഞാൻ അങ്ങനെ റീസൺ ഉണ്ടോ അതിന്? ഇല്ല. അടിക്കില്ലെങ്കിൽ മറുപടി ഞാൻ പറയാം. അടി തരില്ലെങ്കിൽ എന്നെ മറുപടി പറയാം. പൂക്കളം ഇടുന്നത് പൂക്കൾ കൊണ്ടാണല്ലോ. ആക്ച്വലി ഇപ്പോഴാണ് ഇങ്ങനത്തെ ഒരു ഫ്ലവറും പൂക്കളൊക്കെ വന്നിട്ടില്ല. പണ്ടൊക്കെ എന്ന് വെച്ചാൽ മുക്കുറ്റിയും വീട്ടിലുള്ള നന്നായിട്ട് ചീഞ്ഞു, നല്ല രീതിക്ക്. ശരിക്കും പറയുന്നത് പണ്ടൊക്കെ നമ്മൾ എവിടെയെങ്കിലും പോയിട്ട് പൂ പറിച്ചിട്ടൊക്കെ കൊണ്ട് അങ്ങനത്തെ ഒരു എന്റർടൈൻമെന്റ്. ആക്ച്വലി അതൊരു ഓണം എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ സെലിബ്രേഷനാണ്. അപ്പോൾ ആ സമയത്ത് എല്ലാ ആൾക്കാരും ഉണ്ടാവുമല്ലോ. അപ്പം ഒരുപാട് കാര്യങ്ങൾ ഈ പറഞ്ഞ പണ്ടത്തെ കൂട്ടുകുടുംബമാണ്. അപ്പോൾ ആ സമയത്ത് അവർ കംപ്ലീറ്റ് സദ്യ ആണെങ്കിലും ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് ഒരു സമയം എൻ്റർടൈൻമെൻ്റ് ആണ്. അപ്പം ഈ എന്താ പറയുക, പൂക്കളാണെങ്കിലും ഊഞ്ഞാലാട്ടം, തിരുവാതിര, ഇതൊക്കെ അത്രയും ആൾക്കാരുണ്ടാകുമ്പോൾ അവർക്ക് ആ എന്റർടൈൻമെന്റ്. കൂട്ടുകുടുംബത്തില് കുടുംബങ്ങളെല്ലാം കൂടി ഒരുമിക്കുമ്പോൾ കുട്ടികൾക്ക് വരെ പണി ഉണ്ടാവില്ല, അമ്മമാർക്ക് സദ്യ ഉണ്ടാവും. അപ്പൊ അവർക്ക് കൊടുക്കുന്ന എന്റർടൈൻമെന്റ് പൂക്കളം. അപ്പൊ അവര് പോയിട്ട് അവരെന്നെ പോയിട്ട് അത് പറിച്ചെടുത്തോണ്ട് വന്ന് അങ്ങനെ ഇടുമ്പോഴാണ് അതാണ് അതിന് രസം. ഇപ്പൊ നമ്മള് കാശ് കൊടുത്ത് വാങ്ങി ഇപ്പൊ ഏതോ മുത്തുപ്പാണ്ടി അണ്ണൻ തമിഴ്നാട്ടിൽ ഉണ്ടാക്കുന്ന അറിയില്ല. ഞങ്ങളൊക്കെ വീട്ടില് ട്രഡീഷണലായി നട്ടുവളർത്തിയ ചെടിയിൽ നിന്ന് പറിച്ചിട്ട് പൂക്കളം ഇടുന്നവരായതുകൊണ്ട് ജമന്തി വേണം നിർബന്ധമില്ല. ഇത് മുത്തുപ്പാണ്ടി അണ്ണനാ തീരുമാനിച്ച ജമന്തി വേണം. പണ്ട് ആക്ച്വലി ഇടുന്നത് ഈ പറഞ്ഞ മുക്കുറ്റി, പിന്നെ നമ്മുടെ തെച്ചി, അരളി, അതുപോലെ തന്നെ നമ്മുടെ ശംഖുപുഷ്പം, നമ്മുടെ ചെമ്പരത്തിപ്പൂ, തുളസി യൂസ് ചെയ്ത് കുറവാ. മറ്റേ നമ്മുടെ പുല്ല്, ഒരു പുല്ലുണ്ട്, ആ പുല്ല് മറ്റേ ആ ഇലകളാണ് നമ്മള് മാവിന്റെ ഇലയൊക്കെ എടുത്തിട്ട് ഇങ്ങനെ അരിഞ്ഞരിഞ്ഞരിഞ്ഞൊക്കെ ഇലയൊക്കെ. കുട്ടിക്ക് മലയാളം അറിയാം കണ്ടോ? കുട്ടികളൊക്കെ ചെയ്തിട്ടുണ്ട് ഇങ്ങനെ. എനിക്ക് പണ്ട് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എല്ലാ ദിവസവും 10 തൊട്ട് 10 ദിവസം വരെ ഓരോ ദിവസം കൂടുന്നതനുസരിച്ച് പൂക്കൾ ഇങ്ങനെ വലുതായി വരും. ഈ മലയാളി എന്ത് കഴിക്കണമെന്നും മലയാളി എന്ത് ചെയ്യണമെന്നും തീരുമാനിക്കുന്ന തമിഴ്നാട്ടുകാരായി പോയി. അങ്ങനെ തീരുമാനിക്കുന്നത് തമിഴ്നാട്ടുകാരായിട്ടുണ്ട്. തമിഴ്നാട്ടുകാരെയാണെന്ന് വിശ്വസിച്ചിരിക്കുന്ന ഒരുപാട് പേര് ഇപ്പോഴും ഉണ്ട്. എന്നെ കണ്ടിട്ട് തമിഴിലൊക്കെ ഉണ്ട്. അല്ല, അങ്ങനെ പലരും ഇങ്ങനെ ചോദിക്കാറില്ലേ? എനിക്കൊന്ന് പേരൊന്ന് പിന്നെ ചെന്നൈയിലാണ് താമസം, അത്രേ ഉള്ളൂ. അതേ ഉള്ളൂ, അല്ലാണ്ടൊന്നുമില്ല. ഏതോ ഇന്റർവ്യൂല് ഞാൻ കേട്ടതാ, നിങ്ങൾ തന്നെ പറഞ്ഞതാ. ഓക്കെ, അപ്പം എന്തായാലും ഓണം ഒരുപാട് സങ്കടത്തിലാണ് ഇത്തവണ എല്ലാവരും ഓണം ആഘോഷിക്കുന്നത്. വയനാട് ദുരന്തം വന്നുപോയി. അപ്പം മലയാളികൾക്ക് എല്ലാവർക്കും നമ്മുടെ ഓണാശംസകൾ നേരുകയാണ്. ഇതിൻ്റെ ബാക്കി എപ്പിസോഡുകളുണ്ട്. ഓണവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളും അല്ലാതുള്ള കുറച്ച് കാര്യങ്ങളുമാണ് നമ്മൾ സംസാരിച്ചത്. പക്ഷേ സ്വാഭാവികമായിട്ട് ഇപ്രാവശ്യത്തെ ഓണം ഭയങ്കര സെൻസേഷണൽ ഓണം ആയതുകൊണ്ടാണ് നമുക്ക് സംസാരിക്കേണ്ടി വന്നത്. കാരണം ഇതൊക്കെയാണല്ലോ ഇപ്പൊ ചാനലുകാരാണല്ലോ തീരുമാനിക്കുന്നത് എന്താണ് ആഘോഷിക്കുന്നത്. സത്യം പറഞ്ഞാൽ രക്ഷപ്പെട്ടു. ഞാൻ ഒറ്റയ്ക്ക് വരുന്നത് ഇവളെ കൂടെ കിട്ടിയതുകൊണ്ട് എനിക്ക് കമ്പനിക്ക് ഒരാളായി. അല്ലെങ്കിൽ ഞാൻ പെട്ടുപോയേനെ. ഞാൻ എവിടെ ഇന്റർവ്യൂ എന്നെ ഇതിന്റെ സമയത്തൊക്കെ ആൾക്കാരെ വിളിച്ചപ്പോ ഞാൻ പറഞ്ഞു കാരണം എനിക്കൊന്നും പറയാനില്ല. കാരണം പ്രത്യേകിച്ച് ഞാൻ പറയുന്നത് ഇതൊരു പബ്ലിസിറ്റി അല്ലെങ്കിൽ അങ്ങനെ സംഭവം എനിക്കൊരു കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ ഞാൻ പോവാ സ്റ്റേഷനിൽ പോവാ കംപ്ലൈന്റ് കൊടുക്കാൻ അത്രയും ആവശ്യമുള്ളൂ. എന്റെ കാര്യം പറയട്ടെ, വൈകിയോടും സാദിയോടും ഞാൻ പറഞ്ഞ നിങ്ങളിത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരുന്നതിന് മുമ്പേ പല ഇന്റർവ്യൂകളിലും നിങ്ങൾക്കുണ്ടായ ദുരനുഭവങ്ങൾ തുറന്നു പറഞ്ഞിട്ടുള്ളവരാണ്. അതൊരു പരാതിയായിട്ടോ ആര് നോ പറഞ്ഞു അതിനകത്ത് പറഞ്ഞ ഒരു വാചകം ഞാൻ എടുത്ത് പറയാം. നോ പറയാൻ പഠിച്ചാൽ ഇതൊന്നും നമ്മളെ ബാധിക്കുന്ന ഒരു വിഷയമല്ല. അത് എവിടെയായാലും അത് ഇൻഡസ്ട്രി തന്നെയാണ്. ഞാൻ സിനിമ ഒന്നുമല്ല, എവിടെയായാലും നമ്മളിപ്പോൾ എൻ്റെ അടുത്ത് ഒരു കാര്യം ചോദിക്കുമ്പോൾ എന്ത് കാര്യത്തിലാണെങ്കിൽ നമ്മളത് പറയാൻ പഠിച്ചു കഴിഞ്ഞാൽ പറ്റില്ല എന്ന് പറയാൻ പഠിച്ചു കഴിഞ്ഞാൽ
നമുക്ക് സാധിക പറഞ്ഞ ആ ഒരു വാചകം ഉള്ളത് കൊണ്ടാണ് ഈ ചർച്ച മുഴുവൻ ഹേമ കമ്മിറ്റിയിലേക്ക് ഈ ചർച്ചയുടെ 50% ഈ ഇന്റർവ്യൂവിന്റെ പോയത്. അല്ലാതെ എന്റെ കുഴപ്പമല്ല, നേരത്തെ ഇനി അതും എന്റെ തലയിൽ. കാലത്തിന് മുന്നേ സഞ്ചരിച്ചത് പറഞ്ഞു വെക്കാൻ പാടില്ല. മോശമായിപ്പോയി. മോശമായി പോയി. പൃഥ്വിരാജ് പണ്ട് പറഞ്ഞു വെച്ചില്ലേ 19 വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഇങ്ങനെ ആയിരിക്കും എന്ന് പറയുന്ന പോലെ ആയിപ്പോയി. അങ്ങനെ ഒന്നും ചെയ്യരുത് കേട്ടോ. അപ്പൊ എല്ലാ പ്രേക്ഷകർക്കും ഞങ്ങളുടെ ഓണാശംസകൾ നേരുകയാണ്. നിറഞ്ഞ ഓണാശംസകൾ. എല്ലാവരും നല്ല സദ്യയൊക്കെ കഴിക്കുക. ഞങ്ങൾ ചപ്പാത്തി നെയ്മീനുമാണ് കഴിച്ചത്. അപ്പൊ എന്തായാലും ഈ ഒരു ഓണം പറഞ്ഞ പോലെ തന്നെ ഒരുപാട് വിഷമങ്ങളും കാര്യങ്ങളും സംഭവങ്ങളും ഒക്കെ ഉണ്ടായിരുന്ന ഒരു ഇതിലൂടെയാണ് കടന്നു പോകുന്നത്. പല ആൾക്കാർക്ക് ഇപ്പോഴും വീടുകൾ പോലും നഷ്ടപ്പെട്ട് വീടില്ലാതെ ഓണം വേറെ പല സ്ഥലങ്ങളിലും ആഘോഷിക്കേണ്ട അവസ്ഥയിൽ നിൽക്കുന്ന ആൾക്കാരൊക്കെ ഉള്ള കാലത്തിലൂടെ. പക്ഷേ മലയാളികളാണ് നമുക്ക് എപ്പോഴും ഉള്ള ഒരു സംഭവം എന്ന് വെച്ചാൽ എന്തും അതിജീവിക്കും എന്നുള്ളത്. നമ്മൾ എപ്പോഴും അതിജീവിച്ച് ഓരോ തരണം ചെയ്ത് മുന്നോട്ട് പോകുന്നതാണ്. അപ്പോൾ സെലിബ്രേഷനാണ്. എവിടെയാണോ ഉള്ളത് ഹാപ്പി ആയിട്ട് ഇരിക്കുക, ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്യുക, സന്തോഷിച്ച് എല്ലാവരുടെയും ഫാമിലി ആരൊക്കെ കൂടെയുള്ള ആൾക്കാരുടെ കൂടെ ആ ദിവസം. നമുക്ക് നാളെ എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രോമിസ് ഇല്ലാത്തൊരു കാര്യം. നമുക്ക് ഒരു ഐഡിയ ഇല്ല നാളെ എന്ത് സംഭവിക്കും, ഒന്നും പറയാൻ പറ്റില്ല. സോ ഇപ്പം ഉള്ള സമയം നല്ല ഹാപ്പി ആയിട്ട് എൻജോയ് ആയിട്ട് പോകാത്ത മാത്രമേ ഉള്ളൂ. എല്ലാവർക്കും ഞങ്ങൾ രണ്ടുപേരും ഓണാശംസകൾ.